ഗായ്സ്, അപ്പോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അയർലാൻഡിലെ സ്ലൈഗോ കൗണ്ടിയിലുള്ള ഒരു ഫോറസ്റ്റ് ട്രയലിലേക്കാണ് കേട്ടോ. ഇത് ടൊബർക്കറിയിലാണ്. ഇത് നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ, ഭയങ്കര അടുത്താണ്. അപ്പൊ നമ്മളിത് ഇവിടെ എത്തി. അപ്പൊ ഇവിടെ നിറച്ചു വണ്ടികൾ, നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിവിടെ 1 അവറോളം നമുക്കിവിടെ നടക്കാനുണ്ട് കേട്ടോ, നടന്ന് കാണാനുണ്ട്. ഇവിടെ വന്നപ്പോ ഇവിടെ ദേ നിറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ നിറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് എല്ലാവരും ഓരോ ഡോഗിനൊക്കെ പിടിച്ച് ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. അപ്പൊ ഓക്കെ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അപ്പൊ നമ്മൾ ദേ നടക്കാണ്. അപ്പൊ ഇവിടെ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ എന്താ പറയാ, എല്ലാം ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ദേ ഓരോ ഇൻഫർമേഷൻ, ഓരോ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോ ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ഡോഗ്സിനൊക്കെ കൊണ്ടുവരുമ്പോ ഇപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങളിലായാലും സാധാരണ നമ്മള് റോഡ് സൈഡിൽ കൂടെ ആയാലും ഇവിടെ കൂടെ ആയാലും അവര് ഇവിടെ ഒന്നും കാര്യം സാധിക്കാൻ പാടില്ല. ഇൻ കേസ് കാര്യം സാധിച്ചാൽ അത് ഓണർ കവറിലാക്കിയിട്ട് അവരത് എടുക്കണം അവിടെ നിന്ന്. അവരത് അവിടെ ഇട്ടിട്ട് പോകാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ബോർഡും അത് പൊതുവെ എല്ലായിടത്തും ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ. അപ്പൊ ഇവിടെ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പിന്നെ നിറച്ച് പൂക്കളാണ്. ഇപ്പൊ വയലറ്റ് പൂ, മഞ്ഞപ്പൂ ഒക്കെ കണ്ടു. ഇത് കണ്ടപ്പോ എനിക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ ഓണത്തിന് പൂക്കളൊക്കെ ഇടില്ലേ, അതിലിടുമ്പോ നമ്മളൊരു പച്ച കളർ സാധനം ഇടാറുണ്ട്. അതിന്റെ പേര് എനിക്കറിയില്ല ഗൈസ്. അപ്പൊ അതിന്റെ ഒരു ഏകദേശം ഒരു മോഡലൊക്കെ ആയിട്ട് തോന്നിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു മരമാണ് കേട്ടോ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ നിറച്ച്. ഈ സൈഡിലൊക്കെ ഇങ്ങനത്തെ ഒരു മരമാണ്. അതിന്റെ ഇടയിൽ ഞാൻ അവിടെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ നമ്മൾ നടക്കാൻ ആരംഭിച്ചു ട്ടോ. അപ്പൊ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് കുറെ നടക്കാനുണ്ട്. ഇവിടെ നല്ല ഭംഗിയാണ്. ഫുള്ള് ഇങ്ങനെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ നടക്കാന്ന് പറയുമ്പോ തന്നെ അറിയാലോ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടോ, ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇവിടെ എല്ലാ സമയത്തും ഇവിടെ ആടുണ്ടാവും ട്ടോ, ചെമ്മരിയാട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ അവിടെ എന്താ പറയാ, പുല്ലില്ല. അതുകൊണ്ടായിരിക്കാം അവിടെ ഇപ്പോ ആടുകളൊന്നും ഇല്ല. ചുമ്മാ പ്ലെയിൻ ആയിട്ട് കിടക്കാണ് ട്ടോ. പിന്നെ ഇത് ഏകദേശം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട് ട്ടോ, വൈകുന്നേരം. രാത്രി 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും, ചിലപ്പോ അതുകൊണ്ടുമായിരിക്കാം ഇല്ലാത്തത്. അങ്ങനെ നമ്മൾ ദേ നടക്കാണ്. കുറേ ആസ്വദിച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ നടത്തി ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം കുറേ ആൾക്കാർ പോകണ്ടായിരുന്നു കേട്ടോ. അങ്ങടും പോകണ്ടായിരുന്നു, തിരിച്ച് ഇങ്ങടും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ. ഇത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള മരങ്ങളാണ് ട്ടോ. ഇതിൽ കുറേ ഇങ്ങനെ ഉണങ്ങിയ പോലെ നിൽക്കുന്നുണ്ട്. കുറേ ഇതിനിങ്ങനെ ഇലയൊക്കെ ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് ട്ടോ. അപ്പൊ ഇങ്ങനെ നടന്നു പോകുമ്പോ ദേ നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻ, ഒരു ചെറിയൊരു ബോർഡ്, ഇവിടുത്തെ കിളികൾ, എന്തൊക്കെ കിളികളുണ്ട്, അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോ ഇതാണ് ഇവിടുത്തെ മെയിൻ സ്പോട്ട് എന്ന് അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. കാരണം അതിന്റെ ഉള്ളില് ഒട്ടും വെളിച്ചമില്ലാണ്ട് എന്താ പറയാ, ഒട്ടും വെളിച്ചമില്ല. നമ്മളിങ്ങനെ നടന്നിങ്ങനെ നല്ല രസമാണ്. അപ്പൊ ഇങ്ങനെ ഇരുട്ടത്ത് ഇങ്ങനെ ഫുള്ള് മരത്തിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോണ ആ ഒരു സംഭവമാണ് കേട്ടോ ഇത്. കുറച്ചങ്ങട് നടന്ന് എത്താറാവുമ്പോഴേക്കും ഇവിടെ മാത്രം വെളിച്ചമുള്ളൂ ട്ടോ. കാരണം ഈ മരം ഫുള്ള് മൂടി നിൽക്കാണ്. അതിന്റെ ഈ ഒരു സൈഡിൽ മാത്രം കണ്ടോ, അവിടെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വെളിച്ചം ഇങ്ങനെ അടിക്കണ ആ ഒരു സംഭവം ഉള്ളൂ ട്ടോ. അങ്ങനെ നമ്മൾ ഇതിപ്പോ ഇവിടെ കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും ഇതിങ്ങനെ അവസാനിക്കും ട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വെളിച്ചത്തിലേക്ക് പോവാണ് കേസ്. അപ്പൊ ദേ അവിടെ ഇത് അവസാനിച്ചു. നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇറങ്ങി. അതിന്റെ ഉള്ളില് ഭയങ്കര ഒരു പേടിപ്പെടുത്തണ ആ ഒരു ഫീൽ ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ. അപ്പോ ഇവിടെ ആണെങ്കി അങ്ങനെ കുറെ ഇതൊന്നും ഇല്ല ട്ടോ. മുയലിനെ എനിക്ക് തോന്നുന്നു, മുയലിനെ ഇടയ്ക്ക് കാണും. അല്ലാതെ ഇങ്ങനെ വേറെ മൃഗങ്ങളൊന്നും അങ്ങനെ കാണലില്ല ട്ടോ. പിന്നെ പാമ്പ് ഇവിടെ ഇല്ല ഓൾറെഡി. അപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര സേഫ് ആണ്. അപ്പൊ നമ്മള് നടക്കാണ്. പോണ വഴിയില് പിന്നെ കുറേ പൂക്കള്, പൂക്കളൊക്കെ കാണാനായാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. കാട്ടിലൊക്കെ കുറെ പൂക്കൾ ഉണ്ടാവും. അതും കാണാൻ നല്ല രസമാണ്. ഇത് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി ട്ടോ. ഒരു 9:30 10 മണിയൊക്കെ ആയി. സൂര്യൻ അസ്തമിച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ
അങ്ങനെ നമ്മൾ നടക്കാണ് കേട്ടോ. അപ്പൊ നടക്കണ വഴിയിൽ ഈ പറഞ്ഞ പോലെ കുറേ കായും കുറേ എന്തൊക്കെയോ ചെടികളും കായ്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെന്തിട്ടാന്നൊന്നും വലിയ പിടുത്തമൊന്നുമില്ല. കാട്ടുചെടി കായൊക്കെ ആയിരിക്കാം. അപ്പൊ കുറേ ഇങ്ങനെ ഓരോ ടൈപ്പ് കാ പച്ചക്കായകളും അതുപോലെ പഴുത്ത കായകളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. കുറെ പൂക്കളും അതും ഇതൊക്കെ ആയിട്ട് കുറേ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാണ് ഗൈസ്. അപ്പൊ നോക്കിയപ്പോ ഇതൊരു നല്ല ഭംഗിയുള്ള എല്ലാട്ടോ, ഇങ്ങനെ നല്ല കളറില് ഇവിടെ പറയുന്നുണ്ടായിരുന്നു ട്ടോ, വെളിച്ചെണ്ണയിൽ കുളിച്ച് നിൽക്കണ ഇലകൾ എന്നൊക്കെ, വെളിച്ചെണ്ണ തേച്ച പോലെ ഉണ്ടായിരുന്നു ട്ടോ. അങ്ങനെ നമ്മളിത് നടന്ന് ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ ഉള്ളു നടക്കണം. അപ്പൊ വാക്കേഴ്സ് ദിസ് വേ എന്ന് പറഞ്ഞിട്ട് അവർ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഈ ഒരു സംഭവം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി ഒന്നും കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം ഇവിടെ വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മളിത് ഈ ഒരു പൂ കണ്ടില്ലേ, ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പൊ ചുമ്മാ വീഡിയോ എടുത്താണ്. പിന്നെ ഇവിടെ ആകാശം എപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് കേസ്. എപ്പോഴും നല്ല എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നും ആകാശം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പോണ വഴിക്ക് വീണ്ടും കുറേ ഇങ്ങനെ പൂക്കളൊക്കെ കണ്ടു. ഇതൊക്കെ കാട്ടുപൂക്കളാണ്. പക്ഷെ ഇവിടെ കുറേ ഈ ഒരു സീസണില് സമ്മറില് എല്ലാവരുടെ വീട്ടിലും നിറച്ച് പൂക്കൾ ഉണ്ടാവും ട്ടോ. നിറച്ച് പൂക്കൾ എന്ന് വെച്ചാൽ വയസ്സായവരൊക്കെ നമ്മൾ ചുമ്മാ കടയിലൊക്കെ പോകുമ്പോ അവരുടെ ഇതിലൊക്കെ നിറച്ച് പൂക്കളായിരിക്കും ട്ടോ കാണാൻ. കാരണം അവര് പൂക്കളുടെ ചെടി കടയിൽ നിന്ന് മേടിച്ചിട്ട് അവര് കൊണ്ടുപോകും. അപ്പൊ അവര് പെട്ടി മൊത്തം തിന്നുന്ന സാധനത്തിനേക്കാൾ കൂടുതൽ ചെടികളായിരിക്കും. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ട്ടോ. അപ്പൊ നമ്മൾ വേറെ സ്ഥലത്തും കൂടെ കേറിട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ഒരു എന്താ പറയാ, ഇങ്ങനെ ഇരുട്ടത്ത് ഇടയിൽ കൂടെ മാത്രം വെളിച്ചടിക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഓൾറെഡി ഏകദേശം ഇരുട്ടായ സമയം ആണല്ലോ. അപ്പൊ പിന്നെ വെളിച്ചമൊന്നും അങ്ങനെ അടിക്കണ്ടായിരുന്നില്ല കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു അതിന്റെ ഉള്ളിൽ കൂടെ പോകുമ്പോ. അങ്ങനെ നമ്മള് നടന്ന് വേറൊരു സ്ഥലത്തെത്തി. ഇവിടെ ആണെങ്കിൽ ഈ മരങ്ങൾക്കൊന്നും തലയില്ല ഗൈസ്. ഇവർക്കൊന്നും ഇലയും ഇല്ല, എന്താ പറയാ, മൂളയ്ക്ക് തലയും ഇല്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോവാൻ നല്ല രസമാണ്. ഇവിടെ വല്ല വേറെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ വേണ്ടതായിരുന്നു കേസ്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ചാടി ഇങ്ങനെ ഓടി വരണൊക്കെയാണ് നല്ല രസമില്ല. അപ്പൊ അതൊന്നും ഇല്ലാത്ത കാരണം ഇതിൽ കൂടെ ഒക്കെ നടക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് നടന്നേനല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മളത് നടന്നു. അത് കഴിഞ്ഞിട്ട് ദിവ്യ സ്ഥലത്ത് കയറാൻ പോവാണ്. ഇതും ഏകദേശം ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു നമ്മളെ എന്താ പറയാ ഒരു റബ്ബർ തോട്ടത്തിന്റെ ഒരു ഫീൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും നേരം വേറൊരു ടൈപ്പ് മരങ്ങളായിരുന്നു. ഇതൊരു വേറൊരു ടൈപ്പ് മരങ്ങൾ. ഏകദേശം ആ ഒരു എന്താ പറയാ റബ്ബർ തോട്ടം ആ ഒരു ഇതൊക്കെ തോന്നിട്ടോ. അത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ മരങ്ങൾക്ക്. പക്ഷെ ആ ഒരു എന്തോ ഒരു വൈബ് അതിന് കിട്ടി. അങ്ങനെ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ മരങ്ങള്. നമ്മളെ ആ ചുറ്റും ഉള്ള ഫുള്ള് സംഭവങ്ങള് ഇങ്ങനത്തെ മരങ്ങളൊക്കെയാണ്. ഇതത്ര വ്യക്തമായിട്ട് കാണില്ല. ഇതിങ്ങനെ നല്ല ഭംഗിയിൽ ക്രിസ്മസ് ട്രീ പോലെ ഇങ്ങനെ ഉണ്ടാവും ട്ടോ. അപ്പൊ ഇത് നമ്മൾ ഫിനിഷ് ചെയ്തു ട്ടോ. നമ്മളെ നടത്തം നമ്മൾ ഫിനിഷ് ചെയ്തു. അതിന്റെ സംഭവമാണ് ട്ടോ ഇവിടെ തൂക്കിയിരിക്കുന്ന ഇടത്തോടു കൂടെ നമ്മൾ വാക്കിംഗ് ട്രയൽ അവസാനിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോ പോണ വഴിക്ക് നമ്മൾ ഇതൊക്കെ എടുത്തു കേട്ടോ. കാരണം എല്ലാ വണ്ടിയും പോയിട്ടായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഗായ്സ്, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.